നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ഇറാൻ സംഘർഷം രൂക്ഷമായതിലുള്ള അതൃപ്തി പ്രകടമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അമേരിക്ക ഇറാൻ യുദ്ധവിരാമം ഇപ്പോഴും അകലെയാണ് എന്നും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാൻ മേഖലാ സഹകരണം നിർണായകമാണ് എന്നും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നത് പ്രശ്നപരിഹാരത്തിന്റെ കേന്ദ്ര ഘടകമാണെന്നും കെയർ സ്റ്റാർമർ. രാജ്യത്തെ ജീവിത ചെലവ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാതിരിക്കുവാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവില കുതിച്ചുയർന്നതോടെ ബ്രിട്ടൻ നോർത്ത് സീയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഖനന നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. എണ്ണവിലയിലുണ്ടായ വർധനവ് ബ്രിട്ടന് വലിയൊരു നിധിയാണ് നേടിക്കൊടുത്തത് എന്നും എനർജി സെക്രട്ടറി എഡ് മിലിബാൻഡിന്റെ ഭ്രാന്തനാശയങ്ങൾ കാരണം ബ്രിട്ടന് വലിയൊരു അവസരം നഷ്ടപ്പെടുകയാണെന്നും വിമർശകർ. ഫോസിൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മേൽ ലാഭത്തിന്റെ 78% വരെ വിൻഫോൾ ലെവി ചുമത്തി സർക്കാർ. ലെവി പിൻവലിച്ചാൽ ബ്രിട്ടീഷ് സമ്പദ്ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും സാമ്പത്തിക വിദഗ്ധർ. രാജ്യത്ത് തുടർച്ചയായി താമസിക്കാത്ത യൂറോപ്യൻ യൂണിയൻ പൗരന്മാരുടെ ബ്രെക്സിറ്റ് അനന്തര റെസിഡൻസി അവകാശങ്ങൾ റദ്ദു ചെയ്യാൻ ഒരുങ്ങി ബ്രിട്ടൻ. നടപടി ബ്രെക്സിറ്റിന് മുൻപായി യുകെയിൽ താമസിക്കുവാൻ പ്രീ സെറ്റിൽഡ് സ്റ്റാറ്റസ് ലഭിച്ചവരെ ലക്ഷ്യമുണ്ടെന്ന് ഹോം ഓഫീസ്. ബ്രിട്ടന്റെ നിയമപരമായിട്ടുള്ള നീക്കം 2020 ബ്രെക്സിറ്റ് വിഡ്രോവൽ അഗ്രിമെന്റ് പ്രകാരം റെസിഡൻസി അവകാശങ്ങൾ റദ്ദു ചെയ്യുവാൻ ട്രാവൽ ഡാറ്റകൾ ഉപയോഗിക്കുന്നത് ആശങ്കാജനകം. നടപടി സിസ്റ്റം ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള കുടിയേറ്റം തടയുന്നതിനും NHS ഉൾപ്പെടെയുള്ള പൊതുസേവനങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നത് നിർത്തലാക്കാനും ലക്ഷ്യമിട്ടെന്ന് സർക്കാർ. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ 21 മണിക്കൂറോളം നീണ്ട US ഇറാൻ മാരത്തൺ ചർച്ച ഫലം കണ്ടില്ല. ചർച്ച പരാജയപ്പെട്ടത് ആണവായുധം വികസിപ്പിക്കരുതെന്ന അമേരിക്കൻ നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന്. സമാധാന കരാറില്ലാതെ ചർച്ചകൾ അവസാനിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. USന്റെ അമിതമായ ആവശ്യങ്ങൾ പൊതുവായ ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിന് തടസ്സമുണ്ടാക്കിയെന്ന് ഇറാൻ. ചർച്ച പരാജയപ്പെട്ടതോടെ ഇറാനും US തമ്മിലുണ്ടാക്കിയ 2 ആഴ്ചത്തെ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച കടൽ മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി അമേരിക്കൻ സൈന്യം. US നാവികസേനയുടെ 2 യുദ്ധക്കപ്പലുകൾ മൈനുകൾ നീക്കം ചെയ്യുവാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടത്. ഇസ്ലാമാബാദിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇറാന്റെ നാവിക വ്യോമസേനകൾ ഉൾപ്പെടെയുള്ള സൈനിക ശേഷി അമേരിക്ക പൂർണ്ണമായും തകർത്തുവെന്ന് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്ന് അമേരിക്കയുടെ നീക്കത്തോട് പ്രതികരിക്കാതെ ഇറാൻ. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ച് തിരഞ്ഞെടുപ്പ് ഗോതയിൽ. SIR വലിയ തട്ടിപ്പാണ് എന്നും സംസ്ഥാനത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് തന്റെ പാർട്ടി എതിർക്കുമെന്നും മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിനിടെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചത് എന്തിനാണ് എന്നും ആരുമായും ചർച്ച ചെയ്യാതെയാണ് സർക്കാർ മണ്ഡല പുനർനിർണയ ബിൽ കൊണ്ടുവരുന്നതെന്നും മമതാ ബാനർജി. മോദി അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമല്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്തെത്തുന്ന ഒരു സീസണൽ പക്ഷി മാത്രമാണ് മോദിയെന്നും മമതാ ബാനർജിയുടെ പരിഹാസം. കേന്ദ്ര സർക്കാർ ഡീസലിന്റെ കയറ്റുമതി തീരുവയിലും എക്സൈസ് തീരുവയിലും വൻ വർധനവ് വരുത്തി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 21.5 രൂപയിൽ നിന്ന് 55.5 രൂപയായി ഉയർത്തി. വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 29.5 രൂപയിൽ നിന്ന് 42 രൂപയായി ഉയർത്തി. പെട്രോളിന്റെ കയറ്റുമതി തീരുവയിൽ മാറ്റമില്ല. ശോഭാ സുരേന്ദ്രനെതിരായി ആലപ്പുഴയിലെ BJP വനിതാ നേതാവിന്റെ ആരോപണം തള്ളി ആലപ്പുഴ BJP ജില്ലാ പ്രസിഡന്റ് PK ബിനോയ്. ബിന്ദുവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ശോഭ ആലപ്പുഴയിലെത്തി പണപ്പിരിവ് നടത്തിയതിനെ കുറിച്ച് അറിയില്ലെന്നും ജില്ലാ നേതൃത്വം ആർക്കും പരാതി നൽകിയിട്ടില്ലെന്നും PK ബിനോയ്. വോട്ടിന് പണം നൽകിയ സംഭവം തന്റെ തലയിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ബിന്ദു. ശോഭാ സുരേന്ദ്രനെതിരായ വിമർശനത്തിൽ ബിന്ദുവിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് BJP. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളെ വിമർശിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാതെ മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളുടെ വിശ്വാസത്തിന് എതിരായിട്ട് വരുമെന്നും സമയമാകുമ്പോൾ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും AP അനിൽകുമാർ. R ശങ്കർ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്തതിന് ഒരു രീതിയുണ്ട് എന്നും അതായിരിക്കും അവസാന വാക്കെന്നും AP അനിൽകുമാർ. വാർത്തകൾ വിശദമായി. ഇറാൻ സംഘർഷം രൂക്ഷമായതിലുള്ള അതൃപ്തി പ്രകടമാക്കിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. തന്റെ ഗൾഫ് സന്ദർശനത്തിന്റെ അവസാന ദിനത്തിലായിരുന്നു അതൃപ്തി പ്രകടമാക്കിയത്. ഒരു തലമുറയെ ബാധിക്കുന്ന സംഭവമാണിത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ആഗോള
സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാൻ സംഘർഷം രൂക്ഷമായതിലുള്ള അതൃപ്തി പ്രകടമാക്കിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. അമേരിക്ക ഇറാൻ യുദ്ധവിരമം ഇപ്പോഴും ദുർബലവും അനിശ്ചിതത്വമുള്ളതുമാണ് എന്ന് അദ്ദേഹം വിലയിരുത്തി. സ്ഥിരത കൈവരിക്കുവാൻ മേഖലാ സഹകരണം നിർണായകമാണ് എന്നും സ്റ്റാർമർ വ്യക്തമാക്കി. പ്രധാന എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നത് പ്രശ്നപരിഹാരത്തിന്റെ കേന്ദ്ര ഘടകമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷം ശക്തമായതോടെ ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗതം താറുമാറായിരുന്നു. ഇതോടെ എണ്ണ, വാതകം, വളം എന്നിവയുടെ ആഗോള വിതരണ ശൃംഖലയിൽ ഗുരുതരമായ തടസ്സമുണ്ടായി. ഇതിന്റെ പ്രതിഫലമായി UK ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇന്ധനവിലയും ഭക്ഷ്യവിലയും കുത്തനെ ഉയർന്നു. രാജ്യത്തെ കുടുംബങ്ങൾ ദിനംപ്രതി ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പുടിനായാലും ട്രംപ് ആയാലും അവരുടെ തീരുമാനങ്ങളാൽ സാധാരണ ജനങ്ങളുടെ ബില്ലുകൾ ഉയരുന്നത് അസ്വീകാര്യമാണ് എന്ന് സ്റ്റാർമർ പ്രതികരിച്ചു. രാജ്യത്തെ ജീവിതത്തിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാതിരിക്കുവാൻ സർക്കാർ നടപടികൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ഊർജ്ജ വിലയിൽ വൻ വർധനവിന് കാരണമായിരുന്നു. ഇതേ തുടർന്ന് മുൻ കൺസർവേറ്റീവ് സർക്കാർ സഹായ പദ്ധതികൾ നടപ്പാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അതേ രീതിയിൽ വ്യാപക സഹായം നൽകുന്നതിന് പകരം ഏറ്റവും പ്രശ്നബാധിതരായ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള സഹായ പദ്ധതികളായിരിക്കും പരിഗണിക്കുക എന്ന് സ്റ്റാർമർ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുവാനുള്ള പ്രായോഗിക മാർഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധനവില നിയന്ത്രിക്കുകയും ആഗോള വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ് എന്ന നിലപാടും സ്റ്റാർമർ വ്യക്തമാക്കി. എണ്ണവില കുതിച്ചുയർന്നതോടെ നോർത്ത് സീയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഖനന നിരോധനം നീക്കണമെന്ന ആവശ്യത്തിന് ശക്തി വർദ്ധിക്കുന്നു. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവിലയിലുണ്ടായ വർധനവ് ബ്രിട്ടന് വലിയൊരു നിധിയാണ് നേടിക്കൊടുത്തിരിക്കുന്നത് എന്ന് നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. എണ്ണവില കുതിച്ചുയർന്നതോടെ നോർത്ത് സീയിൽ ബ്രിട്ടൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഖനന നിരോധനം നീക്കണമെന്ന ആവശ്യത്തിന് ശക്തി വർദ്ധിക്കുകയാണ്. എന്നാൽ എനർജി സെക്രട്ടറി എഡ് മിലിബാനിന്റെ ഭ്രാന്തനാശയങ്ങൾ കാരണം ബ്രിട്ടന് വലിയൊരു അവസരം നഷ്ടപ്പെടുകയാണ് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. നോർത്ത് സീ എണ്ണയുടെ ബെഞ്ച് മാർക്കായ ഫോർട്ടീസ് ബ്ലെൻഡിന്റെ വില ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ബാരലിന് $147 വരെയായി ഉയർന്നിരുന്നു. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നോർത്ത് സീയിൽ 385 ബില്യൺ പൗണ്ട് വിലമതിക്കുന്ന എണ്ണയും പ്രകൃതിവാതകവും ഉണ്ട് എന്ന് ഓഫ് ഷോർ എനർജീസ് UK പറഞ്ഞിരുന്നു. യൂറോപ്പിൽ ജെറ്റ് ഇന്ധനത്തിൽ ക്ഷാമം വരുമെന്ന മുന്നറിയിപ്പ് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിലെങ്കിലും നോർത്ത് സീയിലെ അമൂല്യ ഖനി രാജ്യത്തിനായിട്ട് പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അതേസമയം ഈ മേഖലയിൽ പുതിയ ഖനനത്തിന് നിരോധനം ഏർപ്പെടുത്തുകയും ഫോസിൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മേൽ ലാഭത്തിന്റെ 78% വരെ വിൻഫോൾ ലിവിയായി ചുമത്തുകയുമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. മിലിബാൻഡിന്റെ നെറ്റ് സീറോ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ പുതിയ ഖനനത്തിന് അനുമതി നൽകുകയും വിൻഫോൾ ലിവി പിൻവലിക്കുകയും ചെയ്താൽ അത് ബ്രിട്ടീഷ് സമ്പദ്ഘടനയിലേക്ക് വലിയൊരു തുക സംഭാവന ചെയ്യുകയും നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും ഈ രംഗത്തുള്ള വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കൗൺസിൽ അംഗത്തിന് 12 മാസത്തെ ജയിൽ ശിക്ഷ ലഭിച്ചതോടെ ഒഴിവ് വന്ന സീറ്റിൽ ഗ്രീൻ പാർട്ടി സ്ഥാനാർത്ഥി വിജയിച്ചു. റീഫോം UKയുടെ കൈവശമുണ്ടായിരുന്ന സീറ്റാണ് ഗ്രീൻ പാർട്ടി പിടിച്ചെടുത്തത്. നൈജൽ ഫരാജിനെ ഫ്ലാഗ്ഷിപ്പ് കൗൺസിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട താനറ്റ് കൗൺസിലിലെ ക്ലിഫ്റ്റൺ വില്ലെ വാർഡിൽ നിന്നാണ് ഗ്രീൻസ് വെന്നിക്കൊടി പാറിച്ചത്. റീഫോമിനേക്കാൾ 5% വോട്ടുകൾ കൂടുതൽ നേടി 26.7 പോയിന്റുകളാണ് സാക് പോളൻസ്കിയുടെ പാർട്ടി നേടിയത്. കൺസർവേറ്റീവ് പാർട്ടി 3-ാം സ്ഥാനത്തെത്തിയപ്പോൾ ഒറ്റയക്ക ശതമാനത്തിൽ ഒതുങ്ങി ലേബർ പാർട്ടി 4-ാം സ്ഥാനത്തായി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടുകൊണ്ട് ലേബർ പാർട്ടി നേതാവ് ഡെയിം എമിലു തോൺബെറി അവകാശപ്പെട്ടത് ലേബർ പാർട്ടിക്ക് മാത്രമേ റീഫോം UKയെ തടഞ്ഞു നിർത്താൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ലേബർ പാർട്ടിക്കെതിരെ കടുത്ത പരിഹാസവുമായി ഗ്രീൻസ് നേതാവ് പൊളാൻസ്കി രംഗത്തെത്തി. റീഫോമിനെ നേരിടുവാൻ ഗ്രീൻ പാർട്ടി മാത്രമേ ഉള്ളൂ എന്നാണ് ജനങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നൈജൽ ഫരാജിനെതിരെ പോരാടാൻ ശക്തി ഗ്രീൻസിന് മാത്രമേ ഉള്ളൂ എന്ന് തെളിഞ്ഞതായി വാർഡിൽ നിന്നും വിജയിച്ച റോബ് യേറ്റ്സും പറഞ്ഞു. വൻ മുതൽ മുടക്കുള്ള ഓപ്പൺ എഐയുടെ ഡേറ്റാ സെന്റർ പദ്ധതിയായിട്ടുള്ള സ്റ്റാർഗേറ്റ് UK താൽക്കാലികമായി നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഉയർന്ന വൈദ്യുതി ചെലവും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുമാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളെന്ന് കമ്പനി വ്യക്തമാക്കി. വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ വൻ ഡാറ്റാ സെന്റർ സ്ഥാപിക്കുകയും ആയിരക്കണക്കിന് ശക്തമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പുകൾ വികസനത്തിനായിട്ട് ലഭ്യമാക്കുകയും ചെയ്യുന്ന പദ്ധതിയായിരുന്നു ഇത്. ഈ പദ്ധതിയിൽ എൻവിഡിയയും എൻസ്കെയിലും പങ്കാളികളായിരുന്നു. UKയെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൂപ്പർ പവർ ആക്കാനുള്ള ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച 31 ബില്യൺ പൗണ്ടിന്റെ
സാങ്കേതിക നിക്ഷേപ പാക്കേജിന്റെ ഭാഗമായിരുന്നു സ്റ്റാർഗേറ്റ് UK. എന്നാൽ ദീർഘകാല അടിസ്ഥാന സൗകര്യ നിക്ഷേപത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് ഓപ്പൺ AI വക്താവ് വ്യക്തമാക്കി. UK-യിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനുബന്ധ പദ്ധതികൾക്ക് ഭാവിയിൽ വലിയ സാധ്യതകളുണ്ട് എന്ന് കമ്പനി വീണ്ടും ആവർത്തിച്ചു. ലണ്ടനിലാണ് ഓപ്പൺ AIയുടെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിന്റെ സ്വതന്ത്ര കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുകയും ആഭ്യന്തര കൃത്രിമ ബുദ്ധി വികസനത്തിന് വേഗം കൂട്ടുകയും ചെയ്യുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ ഊർജ്ജ ചെലവും നിയന്ത്രണങ്ങളും അനുകൂലമായ സാഹചര്യത്തിലായാൽ മാത്രമേ പദ്ധതി വീണ്ടും പരിഗണിക്കുകയുള്ളൂവെന്ന് കമ്പനി വ്യക്തമാക്കുന്നു. രാജ്യത്ത് തുടർച്ചയായി താമസിക്കാത്ത യൂറോപ്യൻ യൂണിയൻ പൗരന്മാരുടെ ബ്രെക്സിറ്റ് അനന്തര റെസിഡൻസി അവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടൻ. 2020 ബ്രെക്സിറ്റ് വിഡ്രോവൽ അഗ്രിമെന്റ് പ്രകാരം ഇത് നിയമപരമായ നീക്കമാണ്. എന്നാൽ ഇതിനായിട്ട് ട്രാവൽ ഡാറ്റകൾ ഉപയോഗിക്കുന്നത് ഏറെ ആശങ്ക ഉയർത്തുന്നുണ്ട്. രാജ്യത്ത് തുടർച്ചയായി താമസിക്കാത്ത യൂറോപ്യൻ യൂണിയൻ പൗരന്മാരുടെ ബ്രെക്സിറ്റ് അനന്തര റെസിഡൻസി അവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടൻ. അടുത്ത കാലത്ത് ട്രാവൽ ഡാറ്റ അടിസ്ഥാനമാക്കി അർഹതയുള്ള 20,000-ഓളം രക്ഷകർത്താക്കൾക്ക് ലഭിക്കേണ്ട ചൈൽഡ് ബെനിഫിറ്റുകൾ HMRC റദ്ദാക്കിയത് ഏറെ വിവാദമായിരുന്നു. ട്രാവൽ ഡാറ്റയിൽ കൃത്യതയില്ല എന്നതായിരുന്നു പ്രശ്നത്തിന് കാരണമായത്. ബ്രെക്സിറ്റിന് മുൻപായി UK-യിൽ താമസിക്കുവാൻ പ്രീ സെറ്റിൽഡ് സ്റ്റാറ്റസ് ലഭിച്ചവരെ ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കുന്നു. UK-യിൽ 5 വർഷത്തിൽ താഴെ താമസിച്ച ആർക്കും ലഭിക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ് ഇത്. 5 വർഷത്തിലധികമായി രാജ്യത്തിന് പുറത്ത് താമസിക്കുന്നവരെയായിരിക്കും ലക്ഷ്യം വെക്കുക. ദീർഘകാലം UK-യിൽ ഇല്ലാതെ ഇരുന്നതിനുള്ള കാരണങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്യും. ഈ സിസ്റ്റം ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള കുടിയേറ്റം തടയുന്നതിനും NHS ഉൾപ്പെടെയുള്ള പൊതുസേവനങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നത് തടയുവാനുമാണ് ഈ നടപടി എന്നാണ് സർക്കാർ പറയുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ 21 മണിക്കൂറോളം നീണ്ട US-ഇറാൻ മാരത്തൺ ചർച്ച ഫലം കണ്ടില്ല. അണവായുധം വികസിപ്പിക്കരുത് എന്ന അമേരിക്കൻ നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് സമാധാന കരാറില്ലാതെ ചർച്ചകൾ അവസാനിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത്. വാർത്താ സമ്മേളനം നടത്തിയ വാൻസ് ഇറാനുമായുള്ള ചർച്ചകളിൽ ഒരു ഉടമ്പടിയില്ലാതെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിപ്പോകുകയാണ് എന്ന് അറിയിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഏകദേശം 21 മണിക്കൂറോളം നീണ്ട അമേരിക്ക ഇറാൻ മാരത്തൺ ചർച്ച അവസാനം ഫലം കണ്ടില്ല. ആണവായുധം വികസിപ്പിക്കരുത് എന്ന അമേരിക്കൻ നിബന്ധനകൾ ഇറാൻ അംഗീകരിച്ചില്ല. സമാധാന കരാറില്ലാതെ ചർച്ചകൾ അവസാനിച്ചതായി അവസാനം US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഭരണകൂടത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾക്കിടെ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായും വാൻസ് പറയുന്നു. ആണവായുധവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ഉടക്കിയതെന്നും അതായിരുന്നു ലക്ഷ്യമെന്നും വാൻസ് വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഒരു ഉടമ്പടിയിലെത്താൻ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമായ വാർത്തയാണ് എന്നും ഇത് അമേരിക്കയേക്കാൾ ഇറാനാണ് കൂടുതൽ ബാധിക്കുക എന്നും മാത്രമല്ല അതിനാൽ ഞങ്ങൾ ഒരു ഉടമ്പടിയിലെത്താതെ അമേരിക്കയിലേക്ക് മടങ്ങുകയാണ് എന്നും വാൻസ് പറഞ്ഞു. ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുവാൻ ഇറാൻ തയ്യാറായില്ല. ചർച്ചകളിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാകിസ്ഥാനികളുടെ ഭാഗത്തു നിന്നല്ല എന്നും അവർ ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുകയും ഇറാനികൾക്കും ഞങ്ങൾക്കും ഇടയിലുള്ള വിടവ് നികത്തി ഒരു കരാറിലെത്താൻ സഹായിക്കുവാൻ തീവ്രമായി പരിശ്രമിക്കുകയും ചെയ്തു എന്ന് വാൻസ് പറഞ്ഞു. ഞങ്ങൾ ഏകദേശം 21 മണിക്കൂറായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനികളുമായി ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്തു. എന്നാൽ ഞങ്ങൾക്ക് ഒരു ഉടമ്പടിയിലെത്താൻ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമായ വാർത്തയാണ് എന്ന് വാൻസ് പറഞ്ഞു. അമേരിക്കയുമായുള്ള ചർച്ചകൾ കരാറില്ലാതെ അവസാനിച്ചതായി ഇറാനിയൻ വാർത്താ ഏജൻസികളും സ്ഥിരീകരിച്ചു. US-ന്റെ അമിതമായ ആവശ്യങ്ങൾ പൊതുവായ ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിന് തടസ്സമുണ്ടാക്കി എന്ന് ഇറാൻ അധികൃതർ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗത അവകാശങ്ങൾ, ഇറാന്റെ ആണവ അവകാശങ്ങൾ തുടങ്ങിയവ ആ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് ഇറാൻ അധികൃതർ പറഞ്ഞു. ചർച്ച പരാജയപ്പെട്ടതോടെ ഇറാനും US-ഉം തമ്മിലുണ്ടാക്കിയ 2 ആഴ്ചത്തെ വെടിനിർത്തലും അനിശ്ചിതത്വത്തിലായി. പാകിസ്ഥാനിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലെത്തുമോ എന്നത് തന്നെ സംബന്ധിച്ച് വലിയ കാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തിൽ അമേരിക്ക ഇതിനോടകം തന്നെ വിജയിച്ചു കഴിഞ്ഞുവെന്ന അവകാശവാദവും അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായിരുന്നു. ഞങ്ങൾ ഇറാനുമായിട്ട് ഗൗരവമായ ചർച്ചകളിലാണ് എന്നും അതിന്റെ ഫലം എന്തു തന്നെയായാലും വിജയം ഞങ്ങൾക്കാണ് എന്നും സൈനികമായി ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തി കഴിഞ്ഞുവെന്നും ഇനി ഒരു കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും തനിക്കതിലൊന്നുമില്ല എന്നും വ്യാജ വാർത്തകൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നുമാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇറാന്റെ നാവികസേനയെയും വ്യോമസേനയെയും റഡാർ സംവിധാനങ്ങളെയും അമേരിക്ക തകർത്തുവെന്നും
അവരുടെ നേതാക്കളെ വധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുകയാണ്. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്ന മറ്റു പല രാജ്യങ്ങളുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ട്രംപ് പറഞ്ഞു. നേരത്തെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച കടൽ മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി അമേരിക്കൻ സൈന്യം പറഞ്ഞിരുന്നു. ഹോർമൂസിലെ കടൽ മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഏപ്രിൽ 11 അമേരിക്കൻ സൈനികർ ആരംഭിച്ചതായി US സെൻട്രൽ കമാൻഡുകൾ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം അമേരിക്കയുടെ ഈ നീക്കത്തോട് ഇറാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച കടൽ മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായിട്ട് അമേരിക്കൻ സൈന്യം പറഞ്ഞു. ഹോർമൂസിലെ കടൽ മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഏപ്രിൽ 11 അമേരിക്കൻ സൈനികർ ആരംഭിച്ചതായിട്ടാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത്. ഇസ്ലാമാബാദിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് US നാവികസേനയുടെ 2 യുദ്ധക്കപ്പലുകൾ മൈനുകൾ നീക്കം ചെയ്യുവാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുൻപ് സ്ഥാപിച്ച കടൽ മൈനുകൾ പൂർണ്ണമായും നീക്കം ചെയ്ത് ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായി 2 കപ്പലുകൾ ഗൾഫിലെത്തിയതായിട്ട് US കമാൻഡുകൾ അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ സന്നാഹങ്ങൾ ഈ ദൗത്യത്തിൽ പങ്കുചേരുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. അതേസമയം അമേരിക്കയുടെ ഈ നീക്കത്തോട് ഇറാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ലഭ്യമായിട്ടില്ലായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെയാണ് ഹോർമൂസിലെ കടൽ മൈനുകൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച സൈന്യത്തിന്റെ പ്രസ്താവന പുറത്തു വന്നത്. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ കുറിച്ചു വെച്ചത്. ഇറാന്റെ നാവിക വ്യോമസേനകൾ ഉൾപ്പെടെയുള്ള സൈനിക ശേഷി അമേരിക്ക പൂർണ്ണമായിട്ടും തകർത്തുവെന്നും അവരുടെ നേതൃത്വം ഇല്ലാതായെന്നുമാണ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചത്. 1979 ശേഷം ഇതാദ്യമായി ഇറാനും US മുഖാമുഖം വരുന്ന ഉന്നതതല നയതന്ത്ര ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടക്കുകയാണ് എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. പാകിസ്ഥാൻ ഇടനിലക്കാരായുള്ള ത്രികക്ഷി ചർച്ചകളാണ് നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു അത്തരത്തിലൊരു പ്രതികരണം. US ഭാഗത്ത് നിന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. ഒരു ദിവസത്തെ ചർച്ചയാണ് അവർ ആസൂത്രണം ചെയ്തിരുന്നത് എങ്കിലും ഒരു ദിവസം കൂടി നീട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ 21 മണിക്കൂറുകൾക്ക് ശേഷവും ഒരു തീരുമാനത്തിലെത്താനാകാതെ ചർച്ച അലസിപ്പിരികയായിരുന്നു. ചർച്ച പരാജയപ്പെട്ടു. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.39 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 93.09 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 109.21 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 67.32 ഇന്ത്യൻ രൂപ. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇനി നാഷണൽ വാർത്തകൾ. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ശനിയാഴ്ച ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചു. SIR ഒരു വലിയ തട്ടിപ്പാണ് എന്നും സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ തന്റെ പാർട്ടി എതിർക്കുമെന്നും അവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനിടെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചതായും ആരുമായും ചർച്ച ചെയ്യാതെയാണ് സർക്കാർ മണ്ഡല പുനർനിർണയ ബിൽ കൊണ്ടുവരുന്നത് എന്നും മമത പറഞ്ഞു. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചു. SIR ഒരു വലിയ തട്ടിപ്പാണ് എന്നും സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ തന്റെ പാർട്ടി എതിർക്കുമെന്നും അവർ പറഞ്ഞു വെച്ചു. തെരഞ്ഞെടുപ്പിനിടെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചതും ആരുമായും ചർച്ച ചെയ്യാതെയാണ് സർക്കാർ മണ്ഡല പുനർനിർണയ ബിൽ കൊണ്ടുവരുന്നതെന്നും മമത പറഞ്ഞു വെച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനിടയിലാണ് അവർ പാർലമെന്റിൽ മണ്ഡല പുനർനിർണയ ബിൽ കൊണ്ടുവരുന്നത്. ഇത് ചർച്ച ചെയ്തിട്ട് പോലുമില്ല. ബംഗാളിനെ വിഭജിച്ച് ഇവിടെ NRC നടത്താനാണ് അവരുടെ ലക്ഷ്യം. ഞങ്ങളുടെ പോരാട്ടം വാനിഷ് കുമാറുമായാണ്. ഞാൻ വീണ്ടും പറയുന്നു, BJP അധികം വൈകാതെ ഇല്ലാതാകുമെന്നും SIR എന്ന് പറയപ്പെടുന്ന ഒരു വലിയ തട്ടിപ്പാണ് എന്നും ഇത് SIR അല്ല, BJPയെ അധികാരത്തിലെത്തിക്കുവാനുള്ള ശ്രമമാണ് എന്നും മമത പറഞ്ഞു വെച്ചു. പേരുകൾ വെട്ടിമാറ്റാനുള്ള തട്ടിപ്പാണ് ഇത് എന്നും 90 ലക്ഷം പേരുകളാണ് ഇങ്ങനെ ഒഴിവാക്കിയതെന്നും ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചുകൊണ്ട് മമത വ്യക്തമാക്കി. വനിതാ സംവരണ ബില്ലിലെ ഭേദഗതികൾ ചർച്ച ചെയ്യുവാൻ ഏപ്രിൽ 16, 17, 18 തീയതികളിൽ സർക്കാർ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്നാൽ
മണ്ഡല പുനർനിർണയ ബില്ലിനെയും ലോക്സഭയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രീതിയെയും കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും തൃണമൂൽ കോൺഗ്രസ് വളരെ കൃത്യമായ വിമർശനം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് അദ്ദേഹം പശ്ചിമ ബംഗാൾ സന്ദർശിക്കുന്നത് എന്ന് മമത ആരോപിച്ചു. വെള്ളപ്പൊക്കമോ മറ്റു ദുരന്തങ്ങളോ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ അവിടെ കാണാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വരുന്ന അല്ലെങ്കിൽ എത്തുന്ന ഒരു സീസണൽ പക്ഷി മാത്രമാണ് നരേന്ദ്രമോദി എന്നവർ പരിഹസിച്ചു. BJP അവരുടെ പ്രകടന പത്രികയിൽ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് മമതാ ബാനർജി ചൂണ്ടിക്കാട്ടി. ഞാൻ അതിനെ ശക്തമായി എതിർക്കും. ഇന്ന് അവർക്ക് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് ബിൽ പാസാക്കാൻ കഴിയുന്നു. നാളെ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാതാകുമ്പോൾ ഞങ്ങൾ ആ ബിൽ റദ്ദാക്കും. അവർ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമല്ല എന്നും മമതാ ബാനർജി കുറ്റപ്പെടുത്തി. ഡീസലിന്റെ കയറ്റുമതി തീരുവയിലും എക്സൈസ് തീരുവയിലും വർധനവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 21.5 രൂപയിൽ നിന്ന് 55.5 രൂപയായാണ് ഉയർത്തിയത്. ഡീസലിന്റെ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് തീരുവ ലിറ്ററിന് 24 റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് 36 വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഡീസലിന്റെ കയറ്റുമതി തീരുവയിലും എക്സൈസ് തീരുവയിലും വൻ വർധനവ് വരുത്തി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 21.5 രൂപയിൽ നിന്ന് 55.5 രൂപയായാണ് ഉയർത്തിയത്. വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 29.5 രൂപയിൽ നിന്ന് 42 രൂപയായും ഉയർത്തി. അതേസമയം പെട്രോളിന്റെ കയറ്റുമതി തീരുവയിൽ മാറ്റമില്ല. രാജ്യാന്തര വിപണിയിലെ എണ്ണവിലയിലെ ചാഞ്ചാട്ടം മൂലം ആഭ്യന്തര വിപണിയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കാനും സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുവാനുമാണ് ഇത്തരത്തിലൊരു നടപടിയെന്ന് സർക്കാർ പറയുന്നു. കഴിഞ്ഞ മാർച്ചിൽ എണ്ണ കമ്പനികൾക്ക് ആശ്വാസമായി എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചിരുന്നുവെങ്കിലും പുതിയ വിജ്ഞാപനത്തോടെ ഡീസലിന്റെ നികുതി ഭാരം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. വനിതാ IAS ഓഫീസർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി. ഒഡീഷ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ നിലവിൽ അഡീഷണൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആരാധന ദാസിനെതിരെയാണ് 95 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കട്ടക് ജില്ലയിലെ കട്ടക് ഡെവലപ്മെന്റ് അതോറിറ്റി പ്രദേശത്ത് ഭൂമി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഭിന്നശേഷിക്കാരനായ കമൽ കുമാർ ഭൗസിംഗയിൽ നിന്ന് പണം തട്ടിയെന്നാണ് ആരോപണം. പണം തിരികെ ചോദിച്ചപ്പോൾ കൊല്ലുമെന്ന് ഭീഷണി. ഭൂമിക്കായി പരാതിക്കാരന്റെ ഭാര്യ ബീന ഭാവ്സിംഗ 2 വ്യത്യസ്ത തീയതികളിൽ ബാങ്ക് ഓഫ് ഇന്ത്യ വഴി ആരാധനാദാസിനെതിരെ പണമടച്ചിരുന്നു. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ CDA ഫേസ് 2 പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആരാധനാദാസിന്റെ അക്കൗണ്ടിലേക്ക് 95 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നതായി അന്വേഷണ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു. എന്നാൽ ആരാധനാദാസ് അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്നാണ് വിവരം. സർക്കാർ ജീവനക്കാർക്കും IAS ഉദ്യോഗസ്ഥർക്കും വേണ്ടിയുള്ള നിയമങ്ങൾ പ്രകാരം ആരാധനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ അനുമതി തേടി പോലീസ് കമ്മീഷണറേറ്റ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും പൊതുഭരണ വകുപ്പിനും കത്തെഴുതി. ലാൻഡ് റവന്യൂ, ഭവന നിർമ്മാണം തുടങ്ങി വിവിധ വകുപ്പുകളിൽ ആരാധന മുൻപ് ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരായ ആലപ്പുഴയിലെ BJP വനിതാ നേതാവിന്റെ ആരോപണം തള്ളിക്കൊണ്ട് ആലപ്പുഴ നോർത്ത് BJP ജില്ലാ പ്രസിഡന്റ് PK ബിനോയ്. ശോഭ ആലപ്പുഴയിലെത്തി പണപ്പിരിവ് നടത്തിയതിനെ കുറിച്ച് അറിയില്ല എന്നും ജില്ലാ നേതൃത്വം ആർക്കും പരാതി നൽകിയിട്ടില്ല എന്നും PK ബിനോയ് പറയുന്നു. ബിന്ദുവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെത്തി പണപ്പിരിവ് നടത്തിയതിനെ കുറിച്ച് അറിയില്ല എന്നും ജില്ലാ നേതൃത്വം ആർക്കും പരാതി നൽകിയിട്ടില്ല എന്നും PK ബിനോയ് പറയുന്നു. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പണപ്പിരിവ് നടത്തിയെന്നും ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയെന്നുമായിരുന്നു ബിന്ദു വിനയകുമാറിന്റെ ആരോപണം. വോട്ടിന് പണം നൽകിയ സംഭവം തന്റെ തലയിലാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കാണിച്ചാണ് ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു വിനയകുമാർ ഫോൺ സംഭാഷണം അടക്കം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. അസഭ്യം വിളിച്ചെന്നും കരണമടിച്ചു പൊളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ബിന്ദു പരാതിയിൽ പറയുന്നു. ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെ എതിർത്തതിന്റെ വൈരാഗ്യമാണ് വോട്ടിന് പണം നൽകിയെന്ന കേസിലേക്ക് വലിച്ചിഴക്കാൻ കാരണമെന്ന് ബിന്ദു പറയുന്നു. സംഭവത്തിന് പിന്നാലെ BJP ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്ന ബിന്ദുവിനെ BJP സസ്പെൻഡ് ചെയ്തു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ശോഭാ സുരേന്ദ്രൻ പക്ഷക്കാരെ തിരികെ കയറ്റുന്നു എന്നാരോപിച്ചുള്ള ബിന്ദുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നേതൃത്വം ഇടപെട്ട് നീക്കം പിൻവലിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രനെതിരെ നിരന്തരം വിമർശനം തുടരുന്നതിനിടെയാണ് ബിന്ദുവിനെ BJP പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. തുടർച്ചയായ അച്ചടക്ക വിരുദ്ധ പ്രവർത്തനത്തെ തുടർന്നാണ് നടപടിയെന്നാണ് BJPയുടെ വിശദീകരണം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളെ വിമർശിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാതെ മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളുടെ വിശ്വാസത്തിന് എതിരായിട്ട് വരും.
സമയമാകുമ്പോൾ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അതായിരിക്കും അവസാന വാക്കെന്നും AP അനിൽകുമാർ പറഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളെ വിമർശിച്ചുകൊണ്ട് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ രംഗത്തെത്തി. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാതെ മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളുടെ വിശ്വാസത്തിന് എതിരായിട്ട് വരുമെന്നും സമയമാകുമ്പോൾ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും AP അനിൽകുമാർ പറഞ്ഞു. കൂടാതെ എല്ലാ MLA-മാരുടെയും അഭിപ്രായമാരായും മറ്റു ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുമില്ല. ഏത് ഭാഗത്ത് നിന്നാണെങ്കിലും അത്തരം ചർച്ചകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഹൈക്കമാൻഡ് പറയുമെന്നാണ് മറ്റു കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത്. കോൺഗ്രസിന് ഒരു രീതിയുണ്ട്, ആ രീതിക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നും R. ശങ്കർ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്തതിന് ഒരു രീതി ഉണ്ടായിരുന്നുവെന്നും ഹൈക്കമാൻഡ് ഇടപെടുന്ന രീതിയാണ് അത് എന്നും ആ രീതിക്ക് അനുസരിച്ച് തന്നെയാകും അടുത്ത മുഖ്യമന്ത്രിയെയും തിരഞ്ഞെടുക്കുക എന്നും അനിൽകുമാർ പറഞ്ഞു. കോൺഗ്രസിനാണ് മുഖ്യമന്ത്രി എന്നത് എല്ലാവരും അംഗീകരിച്ചു എന്നതാണ് ഏറ്റവും വലിയ സത്യമെന്നും അനിൽകുമാർ പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത് പൂർണ്ണമായിട്ടും ഹൈക്കമാൻഡ് ആണ് എന്നും കഴിഞ്ഞ 2 വർഷമായിട്ട് പാർട്ടിയെ സജ്ജമാക്കിയത് ഹൈക്കമാൻഡ് ആണെന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് KPCCയെയും ടീം UDF-നെയും മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ പിന്തുണയും ഹൈക്കമാൻഡ് നൽകിയെന്നും AP അനിൽകുമാർ പറയുന്നു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പാർട്ടി മുന്നോട്ട് പോയത് എന്നും പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് UDF മുന്നോട്ട് പോയിട്ടുള്ളത് എന്നും AICC നേതൃത്വം ഇതുപോലെ സഹായിച്ച ഒരു തെരഞ്ഞെടുപ്പ് മുൻപുണ്ടായിട്ടില്ലെന്നും അനിൽകുമാർ പറയുന്നു. താഴെ തട്ടിൽ നിരീക്ഷകരെ വെച്ച് നിയോജക മണ്ഡലങ്ങളെക്കുറിച്ച് പഠിച്ച് സ്ഥാനാർത്ഥി നിർണയം മുതൽ ഒരുപാട് കാര്യങ്ങൾ AICC നിർവഹിച്ചുവെന്നും ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാ തരത്തിലുള്ള പിന്തുണയും തന്നുവെന്നും ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞാലും അത് കോൺഗ്രസ് പ്രവർത്തകർ അനുസരിക്കുമെന്നും AP അനിൽകുമാർ വ്യക്തമാക്കി. വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും നേമത്തും BJPയെ CPIM തോൽപ്പിക്കുമെന്ന് പാർട്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A. റഹീം. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റും ഇത്തവണ LDF നേടുമെന്നും A. റഹീം പറഞ്ഞു. BJP വോട്ടർമാർക്ക് 10,000 രൂപയോ അതിലധികമോ നൽകി വോട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുകൂടി A. റഹീം ആരോപിക്കുന്നു. തിരുവനന്തപുരത്തെ 3 സീറ്റുകൾ കണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്തോഷിക്കുന്നത് എങ്കിൽ അത് വെറുതെയാകുകയുള്ളൂവെന്ന് A. റഹീം പറഞ്ഞു. പണവും മദ്യവും ഒഴുക്കി ഈ പ്രദേശത്തെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഒരു വീട്ടിൽ 10,000 രൂപ വീതമൊക്കെ കൊടുക്കുന്നുവെന്നാണ് തങ്ങളുടെ ബോധ്യം. ചില ആൾക്കാരുടെ ലോണുകൾ തീർത്തു കൊടുക്കുന്നു പോലുമുണ്ട്. തിരുവനന്തപുരത്ത് മാത്രം കോടിക്കണക്കിന് രൂപയാണ് BJP ഒഴുക്കുന്നത്. ഇത് ഇന്ത്യയെ വിറ്റുകിട്ടുന്ന പണമാണ് എന്നും BJPക്ക് ഇവിടെ വോട്ട് ലഭിച്ചാൽ അത് അവർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ വോട്ടുകളാണ് എന്ന് ധരിക്കേണ്ട എന്നും പണം കൊടുത്ത് വോട്ട് വാങ്ങാനാണ് BJP ശ്രമിക്കുന്നത് എന്നും റഹീം പറയുന്നു. എന്നാൽ വിജയം LDF-നാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ സർക്കാർ തന്നെ തുടരണമെന്ന ആഗ്രഹമാണ് വോട്ടർമാരെ ബൂത്തിലേക്ക് നയിച്ചത് എന്നുകൂടി A. റഹീം പറഞ്ഞു വെക്കുന്നു. ഈ സർക്കാർ വന്നില്ലെങ്കിൽ അവരുടെ പെൻഷൻ മുടങ്ങുമെന്ന് ജനങ്ങൾക്കറിയാം. വികസനം മുരടിക്കുമെന്ന് അവർക്കറിയാം. തമ്മിലടിക്കാത്ത നല്ലൊരു സർക്കാർ വന്നാൽ മാത്രമേ നല്ല ഭരണവും വികസനവും ഉണ്ടാകുമെന്ന് ജനങ്ങൾക്കിടയിൽ വലിയ വിശ്വാസമുണ്ടെന്നും ഉറച്ച വിജയം പ്രതീക്ഷിക്കുന്നുവെന്നും A. റഹീം പറഞ്ഞു വെക്കുന്നു. കായിക വാർത്ത. ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ യുവ ബാഡ്മിന്റൺ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരത്തെ വീഴ്ത്തി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് കുതിച്ചിരിക്കുന്നു. ചൈനയിലെ നിങ്ബോയിൽ നടന്ന പുരുഷ സിംഗിൾ സെമി ഫൈനലിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യന്മാരുമായ കുൻലാവുഡ് വിറ്റിസെന്ററിന് 3 സെറ്റ് പോരാട്ടത്തിൽ അട്ടിമറിച്ചാണ് ഷെട്ടി ഫൈനലിൽ എത്തിയത്. തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് സ്വന്തമാക്കിയാണ് താരം കായിക ലോകത്തെ അമ്പരിപ്പിച്ചത്. സെമി പോരാട്ടത്തിൽ ആദ്യ സെറ്റ് കൈവിട്ട ശേഷം 2-3 സെറ്റുകളിൽ മിന്നും പ്രകടനം പുറത്തെടുത്ത് വിജയം സ്വന്തമാക്കിയാണ് ആയുഷ് ഫൈനലിലേക്ക് മുന്നേറിയത്. സ്കോർ 10-21, 21-19, 21-17. മംഗലപുരത്ത് നിന്നുള്ള 20-കാരൻ ഫൈനലിൽ ചൈനയുടെ 2ാം സീഡ് ഷിയു ക്യുയെ നേരിടും. മത്സരത്തിന്റെ തുടക്കത്തിൽ പതറിയെങ്കിലും ആത്മവിശ്വാസം നിറഞ്ഞ ആക്രമണാത്മക ശൈലി കൊണ്ട് ആയുഷ് ഷെട്ടി ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. ആദ്യം ഗെയിം നഷ്ടമായ ആയുഷ് ഷെട്ടി അടുത്ത 2 ഗെയിമുകളിലും ജയിച്ച് ഷെട്ടി ഫൈനലിലെത്തി. ഈ വിജയം ആയുഷ് ഷെട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടമായി മാറിയിരിക്കുകയാണ്. അതേസമയം ഇന്ത്യക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ മെഡൽ പ്രതീക്ഷകളും വാനോളം ഉയർന്നിട്ടുണ്ട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.